അദ്ദേഹം കണ്ണൂരിൽ ഈ നിയമന കാലയളവിൽ താമസിച്ച വീടിന് സർവകലാശാല നൽകിയ, അതും ഈ പറഞ്ഞ സർവകലാശാല കണ്ണൂർ സർവകലാശാലയുടെ ഫണ്ടിൽ നിന്നാണ് നൽകിയ വാടക എന്ന് പറയുന്നത് 15,87,398 രൂപയാണ്. ഒരു വൈസ് ചാൻസലറുടെ വീടിന് വേണ്ടി ഈ പറയപ്പെട്ട ഒരു തരത്തിലുള്ള അർഹതയുമില്ലാത്ത ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ വീടിന് വാടക ഇനത്തിൽ ചെലവഴിച്ച തുകയാണ് ഈ പറഞ്ഞത്. അതിൽ തന്നെ ആ വീട് ചട്ടവിരുദ്ധമായി, സാധാരണഗതിയിൽ ഇനി ഏത് വൈസ് ചാൻസലർമാർക്ക് വാടക വീടെടുത്ത് താമസിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇത്രയും ഭീമമായ തുക ചെലവഴിച്ചു എന്നുള്ളത് മറ്റൊരു വശം അവിടെ ഉണ്ടെങ്കിലും ആ വീട് മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി ഈ കാലയളവിൽ 70,111 രൂപ ചെലവഴിക്കും. നമ്മളൊക്കെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വീട് വാടകയ്ക്ക് എടുക്കാറുണ്ട്. നമ്മൾ ഉൾപ്പെടെയുള്ള നിങ്ങൾ മാധ്യമപ്രവർത്തകരിൽ പലരും പ്രത്യേകിച്ച് ഇവിടെ വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്ന ആളുകളാണ്. ഏതെങ്കിലും വീടുകൾക്ക് അറ്റകുറ്റപ്പണി നിങ്ങൾ നടത്തുന്നതായിട്ട്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മൂടി പിടിപ്പിക്കുന്നത്, വീടിന് പെയിൻ്റ് അടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളാണോ അതോ നിങ്ങളുടെ ഹൗസ് ഓണറാണോ എന്നുള്ളത് സ്വയം പരിശോധിച്ചാൽ അതിലെ ഈ തട്ടിപ്പ് വെളിവാകും. അതുപോലെ തന്നെയാണ് അതേ വീട്ടിൽ ഉപകരണങ്ങൾ വാങ്ങാൻ വൈസ് ചാൻസലർക്ക് വേണ്ടി ഈ താമസിക്കുന്ന വീട്ടിൽ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി ചെലവഴിച്ച തുക എന്ന് പറയുന്നതും 11,80,063 രൂപയാണ്. അങ്ങനെ സർവ്വ മേഖലയിലും ഈ പറഞ്ഞതുപോലെ എല്ലാം കൂടെ കൂടുമ്പോൾ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടാണ് ഈ കണ്ണൂർ സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ ഇവിടെ ഇങ്ങനെ തിന്ന് കൊഴുത്തു നടന്നത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത, പ്രത്യേകിച്ച് കണ്ണൂർ സർവകലാശാലയെ സംബന്ധിച്ച് നിരവധി പാവപ്പെട്ട വിദ്യാർത്ഥികൾ, കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന, ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടിയും പൊരുതിയുമെല്ലാം തങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് മുന്നോട്ട് വരുന്ന ഒരു വിദ്യാർത്ഥി തലമുറയിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച പൈസ ഉൾപ്പെടെ ഫീസ് ഇനത്തിലും മറ്റുമായി ഈ വിദ്യാർത്ഥികളിൽ നിന്നെല്ലാം സർവകലാശാല ഫണ്ടിലേക്ക് എത്തിയ പണമാണ് ഇങ്ങനെ വഴിവിട്ട രീതിയിൽ ദൂർത്തടിച്ച് ചെലവഴിച്ചിട്ടുള്ളത്. അതിന് സർവകലാശാലയും സർക്കാരും മറുപടി പറയേണ്ടതുണ്ട്. അദ്ദേഹം അനധികൃതമായി കൈപ്പറ്റിയ മുഴുവൻ തുകയും, നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ നിയമനം റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ വിധി പുറത്തു വന്ന സാഹചര്യത്തിന് അത് സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ ഉയർന്നതാണ്. വളരെ കൃത്യമായി കണക്കുകൾ സഹിതം നിരത്തിക്കൊണ്ട് തന്നെ KSU ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. ഈ പറഞ്ഞ മുഴുവൻ തുകയും അദ്ദേഹത്തിന് തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണം. ഈ വിഷയങ്ങളൊക്കെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണത്തിനും തുടർ നടപടിക്കും ഗവൺമെൻറ് തലത്തിലാണെങ്കിൽ അതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.